മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2 റെഡ് കാർഡുകൾ കണ്ട മത്സരം. ഒടുവിൽ തുടർ പരാജയങ്ങളിൽ നിന്ന് വിജയവഴിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. പഞ്ചാബ് എഫ്സിയെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ പകുതിക്ക് പിരിയുന്നതിന് മുൻപ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ താരമായ നോഹ സദോരിയെ ബോക്സിൽ വീഴ്ത്തിയതിന് ലഭിച്ച പെനാൽറ്റി അനായാസം നോഹ ഗോളാക്കുകയായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ മിലോസിനും അതുപോലെ തന്നെ ഐബൻ ഡോഹ്ലിങ്ങിനും റെഡ് കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ 9 പേരായി ചുരുങ്ങിയ ബ്ലാസ്റ്റേഴ്സ് ശക്തമായിക്കൊണ്ട് തന്നെ ഡിഫൻസീവ് ഗെയിം കളിച്ചുകൊണ്ടാണ് 1-0 എന്നൊരു സ്കോർ നിലനിർത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ ഇന്നത്തെ മത്സരത്തിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കിടിലൻ ഫ്രീ കിക്കും അതുപോലെ തന്നെ ഒരു ലോങ് റേഞ്ച് ഷോട്ടൊക്കെ ഗോൾ കീപ്പർ തട്ടി അകറ്റുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും അഡ്രിയൻ ലൂണ ഇന്ന് മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. അതുപോലെ തന്നെ നോഹ സദോരിയുടെ പ്രകടനവും എടുത്തു പറയേണ്ടതായിരുന്നു. എങ്കിൽ പോലും കോച്ച് അദ്ദേഹത്തെ മത്സരത്തിന്റെ പകുതിക്ക് പിൻവലിക്കുകയായിരുന്നു. ഏതായാലും മിലോസിനും ഐബൻ ഡോഹ്ലിങ്ങിനും റെഡ് കാർഡ് ലഭിച്ചത് കൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ കളിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല തുടർ പരാജയങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകളൊന്നും അവസാനിച്ചിട്ടില്ല. ഏതായാലും വരും മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനാവട്ടെ നമുക്ക് ആശംസിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.